ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 3 ബെഡ്റൂം ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയുടെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി അടക്കം വരുന്ന ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ട് തന്നെയാണിത്. വാസ്തുപരമായി തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് 1/2 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2.5 കിലോമീറ്ററുമാണുള്ളത്. ടാർ ചെയ്ത 4 മീറ്ററോളം വീതിയുള്ള വലിയ വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. ഇനി നമുക്ക് ഈ വില്ലയിലെ പ്ലേ ഏരിയയും മറ്റുമെല്ലാം ഒന്ന് കണ്ടു നോക്കാം. നല്ല വൃത്തിയായി തന്നെ സൂക്ഷിക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ നമുക്കിവിടെ കാണാം. അതുകൂടാതെ കുട്ടികൾക്ക് കളിക്കുന്നതിനും മറ്റുമായുള്ള കുറച്ച് റൈഡുകളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈവനിങ് ടൈമിൽ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ വളരെ നല്ലൊരു സ്പോട്ട് തന്നെയാണിത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ വില്ല കോമ്പൗണ്ടിലെ ക്ലബ് ഹൗസ്. ഇൻഡോർ ഗെയിംസും മറ്റുമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്കിനി ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. സെക്യൂരിറ്റി അടക്കം വരുന്ന ഒരു ഗേറ്റഡ് വില്ല ആയതുകൊണ്ട് തന്നെ ഈ വീടിന്റെ മതിലെല്ലാം അല്പം വ്യത്യസ്തമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വലിയൊരു കാർ പാർക്കിംഗ് ഏരിയ തന്നെയാണ്. 2 കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്നത്ര സൗകര്യം ഈ വീടിന്റെ കാർ പോർച്ചിനുണ്ട്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. 4-5 പേർക്ക് ഇരിക്കാവുന്നത്ര വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കയറി ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം നീളവും വീതിയുമുള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. കൂടാതെ മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ലൂവർ പാനൽസ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കി തന്നെയാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു സീലിംഗ് വർക്കും ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിൽ നമുക്ക് കാണാം. നമുക്കിനി നേരെ ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ ഒന്ന് കണ്ടു നോക്കാം. 8 അടിയോളം വീതി വരുന്ന ഒരു ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ കാണാനാവുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺ കൊണ്ടുള്ള മനോഹരമായ ഒരു വർക്കൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. സൊമാനി ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. കിച്ചന് പുറമെയായി അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയയും ഇവിടെ നൽകിയിട്ടുണ്ട്. കവർ ചെയ്ത് ഭംഗിയാക്കി തന്നെയാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ ബെഡ്റൂമിലേക്കൊന്ന് കയറി ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 11 അടിയോളം വീതിയും ഈ ബെഡ്റൂമിന് വരുന്നുണ്ട്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും കൊണ്ടെല്ലാം സീലിംഗ് മനോഹരമാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സൊമാനി ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ പോർഷനുകളായി തിരിക്കാനുള്ള സൗകര്യവും ഈ ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. ഇൻഡോറിലേക്ക് നല്ല രീതിയിൽ തന്നെ വെട്ടം ലഭിക്കുന്നതിനായി ഇവിടെ ഒരു സ്കൈലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ആണ്.
യൂട്ടിലിറ്റി ഏരിയക്ക് പുറമെ ഇതൊരു ബെഡ്റൂമായി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല എന്ന് മാത്രം. വാഷിംഗ് മെഷീനും മറ്റും വെക്കാനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കയറി ചെല്ലാം. ഏകദേശം 12 അടി നീളവും 11 അടി വീതിയും വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. കൂടാതെ 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഈ റൂമിലും നൽകിയിട്ടുണ്ട്. ഇവിടെയും മനോഹരമായൊരു സീലിംഗ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. മറ്റ് 2 ബെഡ്റൂമുകൾ പോലെ തന്നെ അത്ര തന്നെ വലിപ്പമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂമും. ഇവിടെയും 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് നമുക്ക് കാണാം. നല്ല ഭംഗിയായി തന്നെ ഈ റൂമിലും സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. 12 അടിയിലധികം വീതിയോടെയാണ് ഈ വീടിന്റെ ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. വളരെ വിശാലമായൊരു ബാൽക്കണി തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. ബാൽക്കണി മുഴുവനായി തന്നെ സ്ക്വയർ ട്യൂബ് കൊണ്ടുള്ള ഹാൻഡ് റെയിലുകൾ നൽകി സേഫാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 3.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന സെക്യൂരിറ്റിയും ക്ലബ് ഹൗസും സ്വിമ്മിംഗ് പൂളും അടങ്ങുന്ന ഈ വില്ലയ്ക്ക് ബിൽഡർ ചോദിക്കുന്ന വില 68 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.